ഇന്നത്തെ ചിന്താവിഷയം വായനയും പ്രസംഗവും. ചിലർ പ്രസംഗിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചിരുന്ന നമുക്ക് ആദ്യത്തെ ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാവും ഏത് ഭാഷയിലാണ് പ്രസംഗിക്കുന്നത് എന്നാണോ. വായനയുടെ പിൻബലമുള്ള ഒരാൾ പറയുന്നതും വായനയുടെ പിൻബലം ഇല്ലാത്ത ഒരാൾ സംസാരിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ഇനി പ്രസംഗം കേട്ടിട്ട് തന്നെ തീരുമാനിക്കാം. ഇവനെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? പ്രസംഗത്തിൽ സതീഷ് ഏട്ടന്റെ റോൾ മോഡൽ ആരെന്നാ പറഞ്ഞ് നെഹ്റുവിന്റെ എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ വേണ്ടിയിട്ട് അത് പ്രേരിപ്പിച്ചു. പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എല്ലാ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ നെഹ്റു ഒരുവിധം പ്രസംഗിക്കുകയായിരുന്നു അല്ലേ. ആർണോൾഡ് ടോയിൻബി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം, ടോയിൻബി തിരിച്ചു നടത്തിയ പ്രസംഗം, കേന്ദ്ര സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം. അത് കഴിഞ്ഞാൽ പിന്നെ സതീഷ് ഏട്ടൻ ശിവൻകുട്ടിക്കെതിരെ നടത്തിയ പ്രസംഗമാണ്. ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ച ഒരുത്തനാണ് ആ ഒരുത്തൻ മന്ത്രി തന്നെ, സംശയിക്കണ്ട. പ്രസംഗങ്ങൾ വൈവിധ്യമാർന്ന അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കവിത തുളുമ്പുന്ന. ചുമ്മാതല്ല പ്രതിപക്ഷ നേതാവിന് ഇടയ്ക്കിടയ്ക്ക് കവിത തുളുമ്പി പോകുന്നത്. ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. നാളുകൊണ്ടോ? അയ്യേ, മറ്റേതാ. ടാഗോറിനെ, മഹാശ്വേതാദേവിയെ, അതുപോലെ നമ്മുടെ ലോലാൻഡ് എഴുതിയ ലോ ലാൻഡ് തന്നെ. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ. നെഹ്റു, പാമുക്, ടാഗോർ, ഒലക്കേടമൂട് കുറച്ചുകൂടി കടന്നു പറഞ്ഞു, സത്യമാണ്. പക്ഷെ അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. ഇവനെ പോലത്തെ ആളുകൾ ഈ സാധനം മുഴുവൻ തല്ലിപ്പൊളിച്ച ഒരുത്തനാണ്. അപ്പോൾ എവിടെ നമ്മൾ വായിച്ചു നിർത്തിയത്? വുദറിംഗ് ഹൈറ്റ്സ് വായിച്ചപ്പോൾ, എമിലി ബ്ലോണ്ടയുടെ വായിച്ചപ്പോൾ ആ ഹൈറ്റ്സിലെ ഒരു കാറ്റുണ്ട്, ഒരു തണുത്ത കാറ്റ്. ഉണ്ടാവും. ഞാൻ സാമാന്യം നല്ല ചൂടുള്ള സമയത്താണ് ആ പുസ്തകം വായിച്ചത്. വളരെ വൈകിയാണ് അത് വായിച്ചപ്പോൾ എനിക്കൊരു എൻ്റെ ശരീരം ഒന്ന് തണുത്തു. ഒരു തണുത്തുറഞ്ഞ കാറ്റ് കടന്നു പോകുന്നല്ലോ തോന്നി. കാക്കനാടന്റെ ഉഷ്ണമേഖല വായിച്ചിട്ടായിരിക്കും തണുപ്പ് മാറ്റിയത്. ഈ നന്നായി വായിക്കുന്നു എന്ന് പറയുന്നവർ പലരും സംസാരിക്കുമ്പോഴും നമുക്കറിയാലോ വായന ഇല്ല എന്ന് വെറുതെ പറയാം. അങ്ങനെയും ഉണ്ടാകാം.